ഇന്ന് ചെക്കൻ്റെ കല്യാണമാണ്. നമ്മളങ്ങനെ ഒറ്റയ്ക്ക് കുളിപ്പിക്കാനൊന്നും വിടില്ല. എല്ലാവരും ചേർന്ന് മഞ്ഞൾ തേച്ച് കുളിപ്പിച്ച് നമ്മൾ പെണ്ണിനെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ അതാ ചെക്കനെ നാണമൊക്കെ വരുന്നുണ്ട്. എല്ലാ ഏടത്തിയമ്മമാരാണ് മഞ്ഞൾ തേപ്പിക്കേണ്ടത്. അപ്പോൾ ശരീരം ഫുള്ള് മഞ്ഞളൊക്കെ തേപ്പിച്ച് ആ പായയിൽ ഇരുത്തി കുറച്ച് ചടങ്ങുകളും കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് ആണ് നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ബഹുരസമാണ്. ഒരുപാട് ചടങ്ങുകളുണ്ട്, എല്ലാം വെറൈറ്റിയാണ്. ചെക്കനെ പെണ്ണിനെ ഒരുക്കുന്നത് പോലെ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണെഴുതി നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടാണ് ചെക്കനെ ഒരുക്കുന്നത്. അതും ഒരു വെറൈറ്റിയാണ്. കല്യാണ വീഡിയോ മറക്കാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പം നമ്മൾ വെള്ളം എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇനി എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വെള്ളം കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു കോലമൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പുൽപ്പായ വിരിച്ചിട്ടുണ്ട്. ഇതിവിടെ അമ്മ മഞ്ഞൾ അരയ്ക്കുന്നുണ്ട്. ഇനി ചക്കനെ കുളിപ്പിക്കണം. മഞ്ഞളൊക്കെ തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. അത് ഇപ്പോൾ അരയ്ക്കുകയാണ്. അപ്പോൾ അത് അരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കയ്യിൽ അരിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അവർ കൊണ്ടുപോവുകയാണ് ചെക്കനെ ആ പായയിലിരുത്താൻ. അപ്പോൾ ചെക്കനെയും കൂട്ടിയിട്ട് നമ്മളും ക്യാമറാമാന്മാരും എല്ലാവരും കൂടി പോവുകയാണ് മുകളിലേക്ക്. അവിടെ ഒരു ഹാള് പോലെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഇനി അവിടെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ ഒന്നും തീരുമില്ല ഈ ഇവരുടെ ചടങ്ങുകളൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഒരു പുൽപ്പായൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ടാവും. കോലം ഇട്ടിട്ട് അത് അവിടെ ചെക്കനെ ഇരുത്തി ഇനിയാണ് രസം. ചെക്കന് മഞ്ഞൾ തേപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നത് ആരാന്ന് പറഞ്ഞാൽ ഏടത്തി അമ്മമാരാണ് മഞ്ഞൾ തേക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മയുടെ അമ്മ സ്വന്തമായിട്ടില്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവുമല്ലോ വല്യച്ഛൻ്റെ മക്കൾ അങ്ങനെയൊക്കെ. അപ്പോൾ കുടുംബത്തിലുള്ള ഏടത്തിയമ്മമാർ മതി. അപ്പോൾ ചെക്കൻ്റെ വല്യച്ഛൻ്റെ മക്കളാണ് നമ്മൾ 3-4 പേരുണ്ട് ഏടത്തിയമ്മമാർ. അപ്പം നമ്മൾ 4 പേരാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഫാമിലിയിൽ തന്നെ 4 പേരുണ്ട്. പിന്നെ ഫാമിലിയിലെ വേറൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുടുംബത്തിലുള്ള ഒരു വല്യച്ഛൻ്റെ മകളായ ഈ പച്ച സാരി എടുത്തത് അവരും ഒരു ഏടത്തിയമ്മയായിട്ട് വരും. അപ്പം നമ്മൾ 4 പേരും കൂടിയാണ് മഞ്ഞൾ തേക്കുന്നത്. ഏടത്തിയമ്മേൻ്റെ ജോലിയാണ് ഇത്. അപ്പോൾ ഫുള്ള് ശരീരം ഫുള്ള് കാല് കൈ പുറം മുഖം എന്നൊക്കെ ചെക്കന് നാണമൊക്കെ വരും. നാണം വരും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീഡിയോ കല്യാണ കാസറ്റിലും കൂടി കാണിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞൾ തേക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയൻ്റെ മോനെ അവിടെ എടുക്കുന്നുണ്ട് വീഡിയോ. അല്ലാതെ കല്യാണ കാസറ്റിന് വേണ്ടിയിട്ടുള്ള 2 ക്യാമറാമാന്മാരും ഇവിടെ എടുക്കുന്നുണ്ട്. കാരണം അവർ വീഡിയോ കല്യാണ ഇത് വേണമല്ലോ. അതെല്ലാം നല്ല അടിപൊളിയായി എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയിലായിരിക്കും അതൊക്കെ വരിക. അപ്പം നമ്മളുടെ നോർമൽ നമ്മളിങ്ങനെ വോയിസ് റെക്കോർഡ് ഇട്ട് വരുന്നതാണ്. അപ്പോൾ അതാ കണ്ടോ തേച്ച് കൊടുക്കുന്നത് ഫുള്ള് തേക്കണം. ഈ തോർത്തും ഈ ഇട്ടിരിക്കുന്ന ഒരു ലുങ്കി കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ പുഴയിൽ കുളിക്കുമ്പോൾ അത് പുഴയിൽ ഒഴുക്കി കളയണം. ഒരുപാട് ചടങ്ങുകളാണ്. അപ്പോൾ ഇത് ഭയങ്കര മെയിനാണ്. അപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് ഫോസ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ചെക്കനെ മാത്രം ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇതെല്ലാം വീഡിയോ കാസറ്റിൽ വരണമല്ലോ. അപ്പോൾ എല്ലാം ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട് കണ്ടോ. കോലമിട്ട് പായിലിരിക്കുന്നു ചെക്കനെ ഇങ്ങനെ. അതൊക്കെ ഒരു ചടങ്ങുകളാണ്, ഇവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളെ അമ്മിക്കുട്ടി കൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വെത്തിലടക്കയിൽ പിടിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് ആ മോൻ വീഡിയോ എടുത്തപ്പോൾ അത് വ്യക്തമായിട്ട് കാണിച്ചില്ല. പിന്നെയാണ് ഞാനത് നോക്കിയത്. ഇനി ചെക്കനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അത് നമ്മൾ തന്നെ കുളിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി കുളിപ്പിക്കാൻ കൊണ്ടുപോകാണ്. കയ്യിലിങ്ങനെ അരിയിട്ടിട്ട് ഒരു അടക്ക ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെക്കനെ കുളിപ്പിക്കാൻ. ഇനി ഈ വെള്ളവും എടുത്തിട്ട് നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതും നമ്മൾ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അവർ കുരവയൊക്കെ ഇട്ട് കുളിപ്പിക്കുന്നതും ആദ്യത്തെ ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നതും നമ്മളെ ഏടത്തിയമ്മമാരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് നോക്കി. ആ ചടങ്ങുകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പിന്നെ പയ്യൻ പോയി ബാത്റൂമിൽ ശരിക്കും കുളിക്കും. അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ നോക്കി. പക്ഷേ പുറത്ത് നിന്ന് കുളിപ്പിക്കേണ്ടതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. മുറ്റത്ത് ബാക്കിൽ പോവുകയാണ്. ഇതാ നമ്മൾ മുറ്റത്തേക്ക് പെങ്ങൾ കൂട്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുക. പുറത്താണിത് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ശുദ്ധി ആക്കുന്ന പോലെയൊക്കെയാണ്. കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അവിടെ പുറത്തിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് ഒരു ചെറിയ മൺകലമൊക്കെ വെച്ച് അത് കുളിച്ച് കഴിഞ്ഞിട്ട് അത് ഉടച്ചിട്ട് വരണം. ഇത് ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ രണ്ടുപേർക്ക് ഒരേ കർമ്മങ്ങൾ തന്നെയാണ്. പെണ്ണിൻ്റെ വീട്ടിൽ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും പെണ്ണിൻ്റെ അവിടെയും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കല്യാണത്തിൻ്റെ സന്ധ്യയ്ക്ക് രാത്രിയിലാണല്ലോ കല്യാണം. അപ്പോൾ പകലുള്ള ചടങ്ങുകളാണ് ഈ ഫുള്ള് കാണുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ അവിടെ ഇതുപോലെ അവിടെയും ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെക്കൻ്റെ ആയതുകൊണ്ട് ചെക്കൻ്റെ കാണിച്ചു തന്നുള്ളൂ. പെണ്ണിൻ്റെ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതെവിടെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇതവിടെ എടുക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ ബാക്കിൽ. അപ്പോൾ ഇവിടെ ഈ സ്റ്റിൽ നടുവൊക്കെ കിട്ടുന്നത് കുറച്ച് പ്ലേസ് കുറവാണ്. എന്നാലും നമ്മളായുള്ള സൗകര്യത്തിൽ വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ അത് അവർ ഒരു മണ്ണിൻ്റെ ഒരു ചട്ടി പോലെ ഉണ്ട്. അത് വെച്ചിട്ട് ചെക്കനോട് പറയണം അത് ഉടയ്ക്കണം. അപ്പോൾ അത് ക്യാമറയിലും വരണം. ഇതാ കണ്ടോ, അത് പൊട്ടിക്കണം. ചെക്കൻ കാലുമുണ്ട്. അതൊക്കെ അവരുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ക്യാമറയിലും വരണമല്ലോ. അപ്പോൾ അത് അവർ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാനും അവിടെ നിന്നിട്ട് എൻ്റെ ഭാഗത്തുള്ള വീഡിയോയും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടച്ചതിന് ശേഷമാണ് ഈ അരി, അത് ഈ ചേച്ചിയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചി. ആ ചേച്ചി എൻ്റെ കയ്യിലേക്ക് അരി ഇട്ടിട്ട് പിന്നെ കുളിപ്പിക്കണം ചെക്കനെ. അപ്പം നമ്മളത് കാണാം. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുരവിടൽ മെയിനാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും കുരവിടാനറിയാം. എനിക്കറിയില്ല കേട്ടോ. ഈ നാക്കും കൊണ്ടെന്തോ ഇങ്ങനെ ആട്ടി അവർ ചെയ്യുന്നതാണ്. ഞാൻ ശ്രമിച്ചിട്ടൊന്നും ആവുന്നുമില്ല. അപ്പോൾ ഇപ്പോഴും അറിയാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാ പെൺപിള്ളേരെയും അതൊക്കെ ഇവർ പഠിപ്പിക്കും. കാരണം അത് മെയിനാണ്. ഓരോ ചെറിയ സംഭവങ്ങൾക്കും അത് ഭയങ്കര മെയിനാണ്. ഇനി ഇതാ വെള്ളം ഒഴിക്കുന്ന ചടങ്ങ് നമുക്ക് കാണാം. അവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോഴും ആ കുരവിട്ടുകൊണ്ട് തന്നെയാണ് കുളിപ്പിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചടങ്ങുകൾ തീർത്തിട്ട് ഓടാനും പറ്റില്ല. ക്യാമറയിൽ ഇതെല്ലാം പകർത്തും വേണം. അപ്പോൾ പതുക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പൂജിച്ച് കൊണ്ടുവന്ന വെള്ളം, ദേവീൻ്റെ അമ്പലത്തിൽ നിന്നും ഒക്കെ പൂജിച്ച് കൊണ്ടുവന്ന വെള്ളം ആണ് ഈ മാവിൻ്റെ ഇലയിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുടഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി നിന്നിട്ട് മുകളിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ക്യാമറാമാന്മാർ പറയുന്നതിനനുസരിച്ച് ചെയ്യണം. കാരണം അവർക്ക് അത് കിട്ടണമല്ലോ വീഡിയോയിൽ. കല്യാണ കാസ്റ്റിൽ ഈ ഓരോ ഭാഗങ്ങളും അവർക്ക് വ്യക്തമായിട്ട് കിട്ടേണ്ടതുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ ചടങ്ങ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നു. ഉച്ചയായിട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചെറിയൊരു മോനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വ്യക്തമായിട്ട് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ചെക്കൻ കുളിച്ച് വന്നിട്ട് ഇപ്പം ലിപ്പി, അതായത് ചെറിയമ്മയുടെ മോള് ചേട്ടനെ ഒരുക്കുകയാണ്. അപ്പോൾ ചെക്കനെ ഒരുക്കി ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടല്ലോ, വീഡിയോ ഒക്കെ. അപ്പോൾ അതിന് ചെക്കനെ വിട്ടിട്ട് വേണം നമ്മൾ ഒരുങ്ങാൻ. അപ്പോൾ ചെക്കനെ ഒരുക്കുകയാണ് പെങ്ങൾ. ബ്യൂട്ടി പാർലറൊക്കെ പോയി ഒരുങ്ങുന്നവരൊക്കെ ഉണ്ട്. കാരണം കല്യാണം ആകുമ്പോൾ ചെക്കൻ അളുത്ത ഇടും, നെയിൽ പോളിഷ് ഇടും, ലിഫ്റ്റിക്ക് വരെ ഇടും കേട്ടോ. അതാണ് ഇവിടെ ചെക്കൻ്റെ ഒരു ഇത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരുക്കുക. കണ്ണെഴുതി പൊട്ട് തൊട്ട് നെയിൽ പോളിഷ് ഇട്ട് ഒരു ചാന്തുവെട്ടിൻ്റെ രൂപത്തിലാക്കും കേട്ടോ. ഒഡീഷയിലെ എല്ലാ കല്യാണത്തിനും ഇത് മസ്റ്റാണ്. ചെക്കനെ ഇതുപോലെ ഒരുക്കി അവരുടെ കടമകൾ, ചർമ്മങ്ങൾ, അത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ചിട്ടയും കാര്യങ്ങളും ചെയ്ത് അന്നത്തെ ആ ദിവസം അവർക്ക് നാണവും മടിയൊന്നുമില്ല. എല്ലാവരും അങ്ങനെ ചെയ്തിരിക്കും. അവരെല്ലാ കാസറ്റുകളിലും എല്ലാവരും ഇതെല്ലാം വരണ്ടേ. അതുകൊണ്ട് അവരെല്ലാവരും ഒരുങ്ങും. ഇതാ കണ്ടോ, ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. നല്ല സുന്ദര കുട്ടീനെ കണ്ണൊക്കെ എഴുതി ലിഫ്റ്റിക്കൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് ഒരുങ്ങിയിട്ട് ചെക്കനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിട്ടു കൊടുക്കണം. അപ്പോൾ അത് ഇവർ എടുക്കുന്നുണ്ട്, എൻ്റെ വക ഞാനും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരെ ചെക്കനെ ഒരുക്കി വിട്ടിട്ട് വേണം ഇനി നമുക്ക് ഒരുങ്ങാൻ. അപ്പോൾ അത് ചെക്കനെ റെഡിയാക്കി കണ്ടോ, ഫുൾ മാലയൊക്കെ ഇട്ട് കിരീടം പോലെയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ ഇവർ കുറേ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് പോയി ഒരുങ്ങാനുണ്ട്. ഇവരെടുത്തിട്ട് താഴേക്ക് പോകും. ഫോട്ടോ അതും ഇതൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മളും ഒരുങ്ങി വരാനുണ്ട്. നമ്മളപ്പോൾ കല്യാണത്തിന് പോകാൻ റെഡിയായിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിലിട്ട പട്ടുസാരിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പെൺചക്കനെയും കൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നു. ശരിക്കും ലൈറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ സൗണ്ടാണ്
കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറഞ്ഞത്. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലിപ്പിൻ്റെ മോള്. ഇപ്പം നമ്മൾ ചെക്കനെയും കൂട്ടി പെണ്ണിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്കനെ ഇറങ്ങാൻ നേരത്തെ ഒരു ചടങ്ങ് കൂടിയുണ്ട്. ശംഖൊക്കെ ഊതിയിട്ട് സ്വന്തം അമ്മ തൈര് കോരി കൊടുക്കണം. എന്നിട്ട് അമ്മയുടെ സാരി തുമ്പുകൊണ്ട് അത് തുടയ്ക്കണം. ആ ഒരു ചടങ്ങും കൂടി അവിടെ നടന്നു കഴിഞ്ഞു. ഇതിലൂടെ പറയുന്നത് അമ്മയുടെ സ്വാതന്ത്ര്യം ഇന്നത്തോടെ തീർന്നു. ഇനി ഭാര്യയാണ് എല്ലാം ചെക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പം അമ്മ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ തലയിലൂടെ ഇങ്ങനെ ഒരു മുണ്ട് പൊന്തിച്ച് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് വണ്ടിയിലിരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം വണ്ടിയിലിരുത്തില്ല, ഇതുപോലെ അമ്മ പിടിച്ച് നടത്തി കൊണ്ടുപോയി ആ ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ നമസ്കരിച്ചിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ അത്രയും ദൂരം നടന്ന് തന്നെ പോകും. അപ്പോൾ അമ്മ അത് കയ്യിലിങ്ങനെ അരിയും അടക്കയൊക്കെ കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് മോനെ കൊണ്ടുപോയിട്ട് അമ്പലത്തിലേക്ക് ആദ്യം പോകും നടന്ന്. എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് എല്ലാവരും വണ്ടിയിൽ പോകുന്നത്. അമ്മയും വല്യമ്മയും കുഞ്ഞമ്മമാരും. ആ ചടങ്ങ് ചെയ്യുന്നത് ഇവരാണ് അമ്മമാരുകൾ. അവർ ചെക്കൻ്റെ കുഞ്ഞമ്മ, കൊച്ചമ്മ, വല്യമ്മ അങ്ങനെയുള്ള അമ്മമാരാണ് ഇത് ചെയ്യുന്നത്. ബാൻഡൊക്കെ മുട്ടി കൊട്ടും പാട്ടും ഒക്കെ ആയിട്ടാണ് ചെക്കൻ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇനി അവിടെ ആ കയ്യിൽ പിടിച്ചിരിക്കുന്നതുണ്ട് അരിയും അടക്കയും. അതിവിടെ ദേവീൻ്റെ മുമ്പിൽ വെച്ചിട്ട് ദേവീൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ. എല്ലാം ഇന്നത്തെ കല്യാണത്തിലെ എല്ലാ ചടങ്ങുകളും ശുഭകരമാകണമെന്ന് ദേവീൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അമ്മമാർ മോനെ കൊണ്ടുവന്ന് ദേവീൻ്റെ മുന്നിൽ ഇങ്ങനെ സമർപ്പിച്ചിട്ട് ദേവീനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ അരി വെച്ചിട്ട് പോകും. അപ്പോൾ അതും ക്യാമറയിൽ പകർത്തുന്നുണ്ട് ആ ചടങ്ങുകളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇവിടെ അരിയൊക്കെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ് ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഭയങ്കര പാട്ടും കൊട്ടും ഒക്കെയാണ് അവിടെ. പാട്ടിപ്പോൾ സോങ്ങൊന്നും എനിക്കിപ്പോൾ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭയങ്കര സൗണ്ടൊക്കെയാണ്. താഴെ അതാ പടക്കം പൊട്ടിക്കുന്നുണ്ട്, പുത്തിരി കത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റോട്ടിൽ ചെക്കനെ കൊണ്ടുപോകാൻ വേണ്ടി കാറൊക്കെ നല്ല ഭംഗിയായി അലങ്കരിച്ച് അതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ആദ്യം ചെക്കനെ വിടുകയാണ്. ചെക്കൻ്റെ പെങ്ങളെയും ഈ വണ്ടി കയറ്റി വിടുകയാണ്. അപ്പോൾ അവരെ പുറകിൽ നമ്മളെല്ലാവരും ഓരോരുത്തർ പോകുന്നുണ്ട്. വണ്ടിയൊക്കെ നല്ല അടിപൊളിയായി ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് കാറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ തിരക്കാണല്ലോ, വേഗം പോകണമല്ലോ. എല്ലാവരും കയറ്റി വിടുന്ന തിരക്കിൽ പോവുകയാണ്. അപ്പോൾ ചെക്കൻ അങ്ങ് കയറ്റി വിട്ടിട്ട് ചെക്കൻ്റെ കൂടെ പെങ്ങളാണ് പോകുന്നത്. നമ്മളെ വണ്ടിയിലാണ് പോകുന്നത്. ഒരു 10 വണ്ടി ഉണ്ടായിരുന്നു, 100 പേര് അങ്ങനെയാണ്. അപ്പോൾ ഇത് കല്യാണത്തിന് അവിടെ അങ്ങനെ പറയും 100 പേരാണ്. ഇത് ഈ പോകുന്ന ഇതിന് ബരജാത്രി എന്നാണ് പറയുന്നത്. അടുത്ത വീഡിയോ അതാണ് ഞാൻ ചെയ്യുന്നത്. ബരജാത്രിയിലെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ബരജാത്രിക്ക് 100 പേരാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 പേര് നമ്മൾ ബരജാത്രി പോകണം ചെക്കൻ്റെ കൂടെ. അപ്പോൾ ഡാൻസും പാട്ടും അടിച്ച് പൊളിച്ച് ഒന്നും പറയണ്ട, ഡാൻസെല്ലാം കളിക്കുന്ന കാണണം പെണ്ണുങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചെക്കൻ്റെ കാറ് വിട്ടു. ഇനി അവരെ ബാക്കിൽ മുന്നിൽ കുറേ വണ്ടികൾ പോയി കേട്ടോ. ബാക്കിൽ ഓരോ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ഞങ്ങളെ വണ്ടി വന്നിട്ട് ലിപ്പി ഫാമിലി ഞാനും ഞങ്ങളെ വണ്ടിയിലാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. ഇതാ ലിപ്പി എൻ്റെ കൂടെയുണ്ട്. ലിപ്പിയും ലിപ്പീൻ്റെ ഹസ്ബൻഡ്, മോള്, പിന്നെ പെങ്ങളുട്ടിയില്ലേ ആ ചെക്കൻ്റെ പെങ്ങൾ, അവളുടെ ഹസ്ബൻഡ് നമ്മളെ കൂടെയുണ്ട്. ഇതാ ആൾ മുന്നിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇതൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. ഓക്കെ.